ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഒടുവിൽ ഒരു ഗംഭീര വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മുഹമ്മദൻ എസ്സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. രണ്ടാം പകുതിയിൽ മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സ് നടത്തി. അതിൻ്റെ ഫലമായി കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നോവ സദോയി അതുപോലെ തന്നെ അലക്സാണ്ട്രെ കോയഫ് എന്നിവരാണ് ഗോളുകൾ നേടിയത്. ശേഷിച്ച ഒരു ഗോൾ എതിർ ഗോൾ കീപ്പറുടെ വകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സെൽഫ് ഗോളായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ എല്ലാവരും മികച്ച പ്രകടനമാണ് മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. എന്നാൽ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് അത് മറ്റാരുമല്ല, നോവ സദോയിയാണ്. മികച്ച പ്രകടനമാണ് അദ്ദേഹം മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. അക്കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ഗോളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആകെ 4 ഷോട്ടുകൾ ഉതിർത്തു. അതിൽ 2 ഷോട്ടുകൾ ടാർഗറ്റിലേക്കായിരുന്നു. ആ ഒരു 2 ഷോട്ടുകൾ ഒന്ന് ഗോൾ കീപ്പർ തടഞ്ഞിടുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ എതിരാളികളുടെ ബോക്സിൽ 10 തവണ ടച്ച് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ തേർഡിലേക്ക് 18 പാസുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ആകെ 9 ഡ്രിബിളുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ സക്സസ് ആയത് 3 മാത്രമേ ഉള്ളൂ. മത്സരത്തിൽ ആകെ 57 ടച്ചുകൾ നോവ സദോയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച മിക്ക മത്സരങ്ങളിലും നോവ സദോയി തന്നെയാണ് ഈ ഒരു പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത്. ഒരൽപ്പം സെൽഫിഷ് ആയിരുന്നോ എന്ന ഒരു സംശയം ആരാധകർക്കിടയിൽ ഉണ്ട്. കാരണം പല തവണയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പൊസഷൻ നഷ്ടമായിട്ടുണ്ട്. ആകെ 21 തവണ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പന്തുകൾ നഷ്ടമായി എന്ന് പറയുമ്പോൾ പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന് മറ്റു താരങ്ങൾക്ക് പാസ് നൽകാമായിരുന്നു എന്ന ഒരു അഭിപ്രായം ആരാധകർക്കിടയിൽ തന്നെയുണ്ട്. എന്നിരുന്നാലും മികച്ച പ്രകടനമാണ് നോവ നടത്തിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത മികവ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഏറെ തുണയായിട്ടുള്ളത്. അതോടൊപ്പം ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയിലെ ഇന്ത്യൻ സാന്നിധ്യമായ ഹോർമിപ്പാം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനൊരു യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ തിരിച്ചടിയായിട്ടുണ്ട്. കാരണം ഈ സീസണിൽ 4 യെല്ലോ കാർഡുകൾ അദ്ദേഹം പൂർത്തിയാക്കി. അങ്ങനെ വരുമ്പോൾ സസ്പെൻഷനാണ്. ഒരു മത്സരം പുറത്തിരിക്കേണ്ടി വരും. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം ജംഷഡ്പൂർ FCക്കെതിരെയാണ് കളിക്കുക. 4 യെല്ലോ കാർഡുകൾ പൂർത്തിയായതുകൊണ്ട് തന്നെ ഹോർമിപ്പാമിന് അടുത്ത മത്സരം കളിക്കാൻ കഴിയില്ല. ജംഷഡ്പൂരിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ്. ഏതായാലും ഈ ഒരു വിജയത്തോടു കൂടി 3 പോയിന്റുകൾ കൈക്കലാക്കാൻ കഴിഞ്ഞത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. 13 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 10ാം സ്ഥാനത്താണ് നിലകൊള്ളുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.